ഹലോ ഹായ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാളികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു താരമാണ്. ചങ്സ്, ഒരേ മുഖം, പൊറിഞ്ചുമറിയൻ ജോസ് എന്നീ സിനിമകളിലൂടെയും ബിഗ് ബോസിലെ മികവാർന്ന പെർഫോമൻസിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ രമ്യ പണിക്കർ. ഹായ് രമ്യ, വെൽക്കം ടു വൈറ്റ്സ് വൺ TV. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തല്ലേ വീട്? ശരിക്കും ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ ഞാൻ കൊച്ചിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പാരൻസ് ആയിട്ട് ട്രിവാൻഡ്രത്ത് നിൽക്കും, കൊച്ചിയിൽ നിൽക്കും. വൈദ്യുതി നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. രമ്യ യൂണിവേഴ്സിറ്റി അല്ലേ? യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അടിപൊളി. അത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. രമ്യയുടെ ആദ്യത്തെ സിനിമ ഒരേ മുഖമല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? ആക്ച്വലി നമുക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പെർഫോമൻസ്, എനിക്ക് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോന്ന് സജിത് സാർ എന്നെ കാണുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അങ്ങനെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു റോളുണ്ട്, ചെയ്യുന്നോന്ന് ചോദിച്ചു. പിന്നെ അച്ഛനെ അമ്മയൊക്കെ സോപ്പിട്ട് ഒരു വിധത്തിൽ സെറ്റാക്കി. വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണല്ലേ? ആദ്യം അച്ഛൻ ഭയങ്കര ഇതായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു, പിന്നെ പേടിയായിരുന്നു. അറിയില്ല, കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ ആർക്കും ഈ ഒരു സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മയുടെ ഫാമിലിയിൽ ഫസ്റ്റത്തെ ആള് ഞാൻ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. 2 പെൺകുട്ടികളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിതിന് മുന്നേ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിലൊന്നും അച്ഛൻ വിട്ടില്ല. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ചേച്ചിയുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായി. ചേട്ടൻ മിഥുൻ ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ഈ എൻക്വയറി വന്നപ്പോൾ അവരാണ് അച്ഛനെ ഇങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ട് അച്ഛനാട്ടോ. അതെ അല്ലേ? ഫുൾ സപ്പോർട്ട് അച്ഛൻ. നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് വരുമ്പോ അവർക്ക് മനസ്സിലാവും. അതെ അതെ അതെ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ സിനിമയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ല, ഒരു ആശങ്ക ഉണ്ടാവും അവർക്ക് അല്ലേ? അതുകൊണ്ടായിരിക്കണം മേ ബി. ആണെന്ന് ചോദിച്ചാൽ ആണ്. കാരണം ഇപ്പൊ ചിലപ്പോ രക്ഷപ്പെടും. ഒരു ലോട്ടറി ആണല്ലോ സിനിമ എന്ന് പറയുന്നത്, ഒരു ലോട്ടറിയാ. അപ്പൊ ചിലപ്പോ രക്ഷപ്പെടാം, ചിലപ്പോ നമുക്ക് ഒന്നും ഇല്ലാതാവും എന്നൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ദൈവത്തിന്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ സപ്പോർട്ടും കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. അടിപൊളി അടിപൊളി. ആ ആദ്യത്തെ സിനിമയിൽ എത്തിയപ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഷൂട്ട് കഴിയുമ്പോഴേക്കുള്ള വേറൊരു ലോകത്തോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൊക്കേഷൻ കാണുന്നത്. ഒരു ഐഡിയ ഇല്ലാണ്ട് പോവാ. അതും അച്ഛനും അമ്മയും ഞാനും എല്ലാവരും, സത്യം പറഞ്ഞ ഫാമിലി മൊത്തത്തിൽ പോവാ ലൊക്കേഷനിൽ. വേറൊരു ലോകം. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആർട്ടിസ്റ്റ് എല്ലാവരും ഭയങ്കര കമ്പനിയായി. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടനും അജിത് ചേട്ടനും അതുപോലെ തന്നെ പ്രയാഗി, നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ കമ്പനിയായി. പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ സജിത് സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു ഭയങ്കര കംഫർട്ടബിളായി. അതെ അല്ലേ? നൈസ് നൈസ്. ഈ ഇപ്പോൾ രമ്യ ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരേ മുഖം, ചങ്സ്, പൊറിഞ്ചുമറിയം ജോസ്, ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത തങ്കമണിയാണെന്ന് തോന്നുന്നു അല്ലേ? തങ്കമണി അല്ല, രഘുറാം. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 സിനിമകളിലധികം ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ രമ്യ ഒരു പ്രൊജക്റ്റിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയാണ്? ഒരു സിനിമ ചൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് നോക്കുന്നത്? അല്ല, ഞാൻ ആദ്യം നോക്കുന്നത് ബാനറും ടീമും എല്ലാം നോക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നോക്കും. ഇപ്പൊ ഒരു സിനിമ ചെയ്ത സെയിം ക്യാരക്ടർ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെ എടുത്തിട്ടുമില്ല. ഡിഫറൻസ് ആയിട്ടുള്ള ക്യാരക്ടർ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ക്യാരക്ടർ കിട്ടുമല്ലോ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പൊ എല്ലാവരും വിചാരിക്കും രമ്യാണ്, രമ്യ ഇച്ചിരി മോഡേൺ ആയിട്ട് ബോൾഡായിട്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്താലേ ഓക്കെ ആവും എന്നൊരു ചില ആൾക്കാർക്കൊരു മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ ഇഷ്ടം. എൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ പക്ക ഒരു പാവപ്പെട്ട അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ കിട്ടിയാൽ ഞാൻ മാക്സിമം അങ്ങനെയാണ് നോക്കുന്നത്.